89.6 FM Sargakshetra SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആൻഡ് ഗൗരി ഗംഗ. ഗൗരി, നമ്മളിന്ന് വായനയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വായിച്ചു തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഏത് പുസ്തകമാണ് വായിച്ചു തുടങ്ങേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. പലപ്പോഴും ഈ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചിലവർ പുസ്തകങ്ങൾ വായിക്കുന്നു, പക്ഷെ അവരെടുത്ത് വായിക്കുന്നത് ഭയങ്കര കട്ടി മലയാളം അല്ലെങ്കിൽ ഭയങ്കര അർത്ഥതലങ്ങളുള്ള പുസ്തകങ്ങളൊക്കെ ആദ്യമേ വായിച്ച് പിന്നെ വായനയെ ഭയങ്കരമായിട്ടും അയ്യോ എനിക്ക് വായിക്കണ്ടേ എന്ന് തോന്നുന്ന പല അനുഭവങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. സോ അങ്ങനെയല്ല, നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ചില പുസ്തകങ്ങൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വായനയുടെ ലോകത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാനായിട്ട് പറ്റും എന്ന് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ന് ഉറപ്പിക്കുന്ന കുറച്ച് പുസ്തകങ്ങളായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. പക്ഷേ അതിനു മുന്നേ വായിച്ചു തുടങ്ങുന്നവർക്ക് വായന ഇഷ്ടപ്പെടാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ വായനയെ ഇഷ്ടപ്പെടാൻ കുറച്ച് വഴികളുമുണ്ട്. ആ വഴികളാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്, ഇഷ്ടമുള്ള വിഷയത്തിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളാകുമ്പോൾ വായിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. കുറച്ച് പേജുകളുള്ളതും ചെറുതുമായിട്ടുള്ള പുസ്തകങ്ങളിൽ നിന്ന് വേണം ഇത് വായിച്ചു തുടങ്ങാനായിട്ട്. ആദ്യമൊക്കെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു തുടങ്ങുന്നത് നല്ലതായിരിക്കും. ഒരു ദിവസം 10 പേജിൽ വായിക്കുക അല്ലെങ്കിൽ 15 മിനിറ്റ് വായിക്കുക. ഇതുപോലെയുള്ള ലക്ഷ്യം വെച്ച് വായിക്കുകയാണെങ്കിൽ മടിയില്ലാതെ വായിക്കാനായിട്ട് പറ്റും. പേജുകളുടെ എണ്ണവും സമയവും നോക്കുമ്പോൾ കഥ മനസ്സിലാക്കാനായിട്ട് മറക്കരുത്. അതുകൊണ്ട് വേഗതയിൽ അധികം ശ്രദ്ധിക്കേണ്ട എന്ന് തന്നെയാണ് ആദ്യമേ തന്നെ പറയാനായിട്ടുള്ളത്. തുടക്കത്തിലൊക്കെ കൃത്യസമയങ്ങളിലോ ഉറങ്ങുന്നതിന് മുൻപോ ഒക്കെ വായിക്കുന്നത് നല്ലതായിരിക്കും. ഫ്രണ്ട്സൊക്കെ വായിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യുക അല്ലെങ്കിൽ വായിച്ചതൊക്കെ എവിടെയെങ്കിലും എഴുതിയിടുക. ഇതൊക്കെ വായനയെ കൂടുതൽ രസകരമാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് മനസ്സിലാകാത്ത പുസ്തകങ്ങളാണെങ്കിൽ ഒന്നുകൂടെ വായിക്കണം. അങ്ങനെ വായനയെ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റൂ. കുട്ടികൾക്കൊക്കെ ചെറുപ്പം മുതലേ പുസ്തകങ്ങളൊക്കെ കൊടുത്ത് ശീലിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവരിൽ വായനാശീലം വളർന്നു വരും. സോ വായനാശീലം വളർത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ചില കുറുക്ക് വഴികൾ നമ്മൾ കേട്ടു. ഇനി വായിച്ചു തുടങ്ങേണ്ട ചില പുസ്തകങ്ങളുണ്ട്. അത് ഏതൊക്കെ എന്നുള്ളത് പാട്ടുകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. SK ജംഗ്ഷനിലൂടെ കൂടെയുള്ളത് ജോ ആൻഡ് ഗൗരി ഗംഗ ഓൺ SK ജംഗ്ഷൻ ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM Sargakshetra SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആൻഡ് ഗൗരി ഗംഗ. നമ്മളിന്ന് വായനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിക്കാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾ അല്ലെങ്കിൽ തുടക്കക്കാർ വായിച്ചിരിക്കേണ്ട, വായനയിലേക്ക് എത്തിപ്പെടാനായിട്ട് സഹായിക്കുന്ന ചില പുസ്തകങ്ങൾ നമ്മളിന്ന് കേട്ടറിയാനായിട്ട് പോവുകയാണ്. സോ ഗൗരി, ഏതാണ് ആ ഒരു പുസ്തകം? ഗൗരിയുടെ അഭിപ്രായത്തിൽ ആദ്യത്തെ പുസ്തകം ഏതാണ്? ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു 10 വയസ്സുകാരിയുടെ അതിജീവനത്തിന്റെ കഥയാണ്. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഞാൻ നുജൂദ് 10 വയസ്സ് വിവാഹമോചിത എന്ന ബുക്കാണ്. യമനിലുള്ള നുജൂദ് അലി എന്ന പെൺകുട്ടിയുടെ ആത്മകഥയാണ് ഞാൻ നുജൂദ് 10 വയസ്സ് വിവാഹമോചിത. പത്രപ്രവർത്തകനായ ഡൽഫിൻ മിനോയുമായി ചേർന്നാണ് നുജൂദ് ഈ പുസ്തകം എഴുതിയത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു 10 വയസ്സുകാരിയുടെ അതിജീവനത്തിൻ്റെ കഥയാണ്. നമ്മൾ ആദ്യം സംസാരിക്കുന്നത് ഞാൻ നുജൂദ് 10 വയസ്സ് വിവാഹമോചിത എന്ന പുസ്തകത്തെ പറ്റിയാണ്. യമനിലുള്ള നുജൂദ് അലി എന്ന പെൺകുട്ടിയുടെ ആത്മകഥയാണ് ഞാൻ നുജൂദ് 10 വയസ്സ് വിവാഹമോചിത. പത്രപ്രവർത്തകനായ ഡൽഫിൻ മിനോയുമായി ചേർന്നാണ് നുജൂദ് ഈ പുസ്തകം എഴുതിയത്. ബുക്കിൻ്റെ ഈ പേര് തന്നെ നമുക്കൊരു ഞെട്ടലാണ്. 10 വയസ്സുള്ള കുട്ടി വിവാഹം കഴിക്കുമോ? ഇതായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചോദ്യം. കാരണം വേറൊന്നുമല്ല, ഇന്ത്യ പോലൊരു രാജ്യത്തൊന്നും ഇതൊന്നും അത്ര പോസിബിൾ അല്ല, 10 വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിപ്പിക്കുക എന്നൊക്കെ. 10 വയസ്സുള്ള നുജൂദിനെ ഒരു മധ്യവയസ്കനുമായി വിവാഹം കഴിപ്പിച്ചു. യമനിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അവളുടെ ജനനം. ദാരിദ്ര്യത്തിൽ നിന്നൊരു ആശ്വാസത്തിന് അവളുടെ അച്ഛൻ കുഞ്ഞു നുജൂദിനെ വിവാഹം കഴിപ്പിച്ചത്. ഭർത്താവ് അവളെ ശാരീരികമായും മാനസികമായും ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. പീഡനങ്ങൾ സഹിക്കവയ്യാതെ കുഞ്ഞു നുജൂദ് ഒരു ദിവസം കോടതിയിൽ ചെന്ന് എനിക്ക് വിവാഹമോചനം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിലുള്ള അവളുടെ ഈ ധൈര്യം മാധ്യമ ശ്രദ്ധ നേടുന്നു. ഇങ്ങനെയാണ് ഇതുപോലെയുള്ള രാജ്യങ്ങളിലെ ബാലവിവാഹങ്ങളെ പറ്റി ലോകമറിയുന്നത്. അവളെ സഹായിക്കാനായി ആ സമയത്ത് ഒരു വക്കീൽ വരുന്നുണ്ട്. വിവാഹമോചനത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരമ്മയെ പോലെ വക്കീൽ അവളുടെ കൂടെ നിൽക്കുന്നു. കുഞ്ഞു പ്രായത്തിലെ കല്യാണം കാരണം പഠിക്കാൻ ഏറെ ഇഷ്ടമുള്ള നുജൂദിന് പിന്നെ പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ഈ വക്കീലിനെ പരിചയപ്പെട്ടതിന് ശേഷം അവൾക്കും പഠിക്കാൻ
പഠിക്കണം എന്നുള്ളൊരു തോന്നൽ ജനിക്കുകയാണ്, വക്കീലാകണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയാണ്. ഇതാണ് നമ്മുടെ നുജൂദ് 10 വയസ്സ് വിവാഹമോചിത എന്ന ഒരു കഥയുടെ ഒരു ഏകദേശം ഒരു പ്ലോട്ട്. അപ്പം എന്തായാലും ഈ ഒരു കഥ വായിച്ചറിയുമ്പോൾ കൂടുതൽ രസകരമാണ്. നുജൂദ് കടന്നുപോയ ചിന്തകൾ, രക്ഷപ്പെട്ട രീതികൾ, ആ ധൈര്യം സംഭരിച്ച രീതിയൊക്കെ നമുക്ക് വായനയിലൂടെ നമുക്ക് ഇമാജിൻ ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ വായിക്കാം, വായനയിലൂടെ ആ ഒരു ലോകത്തിലേക്ക് എത്താം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതുപോലെ ഒരുപാട് ലോകങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. ഏതൊക്കെയാണ് അത് എന്നുള്ളത് നമുക്ക് കേട്ടറിയാവേ. സോ എസ്പെഷ്യലി നമ്മൾ ഇന്ന് കേൾക്കുന്നത് വായിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ അല്ലെങ്കിൽ വായനയുടെ തുടക്കക്കാരെ വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ പരിചയപ്പെടുന്നത്. പാട്ടുകൾക്ക് ശേഷം ഇനിയും കേൾക്കാം. കൂടെയുള്ളത് ജോ ആൻഡ് ഗൗരി ഗംഗ. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആൻഡ് ഗൗരി ഗംഗ. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കുറേ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പക്ഷേ ഈ പുസ്തകങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. തുടക്കക്കാർക്ക് ഈ പുസ്തകങ്ങൾ വായിച്ചാൽ വായനയുടെ ലോകത്തിലേക്ക് അവർക്കൊരു വാം വെൽക്കം കിട്ടും എന്നുള്ളത് തന്നെയാണ് അല്ലേ. അങ്ങനെ നമ്മൾ നുജൂദ് 10 വയസ്സ് വിവാഹമോചിത എന്ന ഒരു കഥയെപ്പറ്റി പറഞ്ഞു. ഇനി അടുത്തത് ബഷീറിൻ്റെ പുസ്തകങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ബഷീറിൻ്റെ പുസ്തകത്തിൻ്റെ പ്രത്യേകത അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷയാണ്. അദ്ദേഹത്തിൻ്റെ ഒട്ടുമിക്ക പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് പലരും ഒരുപാട് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു? ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ ചിലരെങ്കിലും മനസ്സിലാക്കി കാണും ഏതാണ് ഈ പുസ്തകമെന്ന്. ഇനി മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം, ഇത് സാറാമയ്ക്ക് കേശവൻ നായർ എഴുതിയ പ്രേമലേഖനത്തിൻ്റെ ആദ്യ വരിയാണ്. നമ്മുടെ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രേമലേഖനം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രങ്ങളാണ് സാറാമ്മയും കേശവൻ നായരും. തൻ്റെ എല്ലാ പുസ്തകവും പോലെ സാധാരണക്കാരന് മനസ്സിലാകുന്ന പോലെ ലളിതമായ ഭാഷയിലാണ് ബഷീർ ഈ പുസ്തകം എഴുതിയത്. വിവാഹപ്രായം കഴിഞ്ഞ സാറാമ്മ കേശവൻ നായരോട് ഒരു ജോലിക്കായിട്ട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പോഴുണ്ട് കേശവൻ നായർ പറയുന്നു, സാറാമ്മേ, ഞാൻ സാറാമ്മയെ ഗാഢമായി സ്നേഹിക്കുന്നത് പോലെ സാറാമ്മ എന്നെയും ഗാഢമായി തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഞാൻ സാറാമ്മയ്ക്ക് കണ്ടുവച്ചിരിക്കുന്ന ജോലി. അന്നത്തെ കാലഘട്ടത്തിൽ പോലും 2 മതസ്ഥരായ സാറാമ്മയും കേശവൻ നായരും പ്രണയവുമായി അവരുടെ മതത്തെ കൂട്ടിക്കലർത്തുന്നില്ല. കേശവൻ നായർ സാറാമ്മയോട് പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു മതത്തിലും വളർത്തണ്ട, അവരങ്ങനെ നിർമ്മതരായി വളരട്ടെ. 2 പേരുടെയും മതത്തെ ബഹുമാനിച്ചവർ ഒരു മതത്തിലും പെടാത്ത ആകാശമിഠായി എന്നൊരു പേരും കണ്ടുപിടിക്കുന്നുണ്ട്. നോവല് തീരുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്, ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ തന്നെയാണ് പ്രേമലേഖനം. അതെ, അവർ തന്നെയാണ് പ്രേമലേഖനം. ആഹാരം, വസ്ത്രം, വിശ്വാസം എന്നീ 3 കാര്യങ്ങൾക്കും പരിപൂർണ സ്വാതന്ത്ര്യം പരസ്പരം അനുവദിച്ചുകൊണ്ടുള്ള പ്രണയം. ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആടും തുടക്കക്കാർക്ക് പറ്റിയ ഒരു പുസ്തകമാണ്. നല്ല രസമാണ് ഈ ഒരു പുസ്തകം വായിച്ചിരിക്കാനായിട്ട്. ഇത് ഒരുപാട് പേര് വായിച്ചിട്ടുണ്ട്. വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു പാത്തുമ്മയുടെ ആട്. പേര് പറയുന്ന പോലെ തന്നെ പാത്തുമ്മയുടെ ആട് ഇതിലൊരു കേന്ദ്ര കഥാപാത്രമാണ്. പാത്തുമ്മയുടെ ആട് രാവിലെ തന്നെ വീട്ടിൽ വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ബഷീറിൻ്റെ എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നോ എന്നൊരു പുസ്തകമുണ്ട്. വായനയിൽ തുടക്കക്കാർക്ക് രസകരമായി വായിച്ചിരിക്കാം. കുഞ്ഞു പാത്തുമ്മയുടെയും നിസാർ അഹമ്മദിൻ്റെയും പ്രണയം ബഷീറിൻ്റെ ഭാഷയിൽ വായിച്ചിരിക്കാൻ ഒരു പ്രത്യേക രസം തന്നെയാണ്. കുഞ്ഞു പാത്തുമ്മയുടെ ഉമ്മ എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു. പക്ഷേ കഥ തീരുമ്പോൾ ഇതൊരു തമാശയായി മാറുന്നുണ്ട്. ബഷീറിൻ്റെ ഈ പുസ്തകമൊക്കെ പലരുടെയും വായനയുടെ തുടക്കത്തിൽ വായിച്ച പുസ്തകങ്ങളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഉറപ്പാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, വായനയുടെ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല പുസ്തകങ്ങൾ ബഷീറിൻ്റെ എഴുത്തുകൾ തന്നെയാണ് എന്നുള്ളത്. ഇതുപോലെ ആ ഒരു വായനയുടെ ലോകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. തുടക്കക്കാർക്ക് വായിക്കാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ അവരെ വായനയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ഇന്ന് SK ജംഗ്ഷനിലൂടെ ഒന്ന് പരിചയപ്പെടാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction.
സർഗക്ഷേത്ര 89.6 FM കൂടെ ഉള്ളത് ജോ ആണ്. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയും എന്നുള്ളത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ വരികൾ. അപ്പോഴൊക്കെ പലർക്കും ആഗ്രഹം വന്നിട്ടുണ്ട്, എനിക്ക് വായിക്കണം, എനിക്ക് വായനയുടെ ആ ഒരു ലോകത്തെ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, എനിക്ക് അവിടെ ഒന്ന് എൻജോയ് ചെയ്യണം, ആ ഒരു ആസ്വാദനത്തിൻ്റെ ലഹരി എനിക്കും അനുഭവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർ ഓരോരുത്തരും കൺഫ്യൂസ്ഡ് ആയി പോകുന്ന അല്ലെങ്കിൽ സ്റ്റക്കായി പോകുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഏതിൽ നിന്ന് വായിച്ചു തുടങ്ങണം. നമുക്ക് ആരാച്ചാറ് വായിച്ചു തുടങ്ങണോ, അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഖണ്ഡകാവ്യങ്ങൾ വായിക്കണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻസ് പലപ്പോഴും ഉണ്ടാവും. പക്ഷേ വായനയുടെ തുടക്കക്കാരെന്ന നിലയിൽ ഓരോരുത്തരും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഓരോ സ്റ്റെപ്പുകളുണ്ട്. അതിൽ ചില പുസ്തകങ്ങളാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ പരിചയപ്പെടുന്നത്. ബഷീറിന്റെ പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ള പുസ്തകങ്ങളെക്കുറിച്ചും നുജൂദ് 10 വയസ്സ് വിവാഹമോചിത തുടങ്ങിയ കഥകളെക്കുറിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്തത് MTയുടെ നാലുകെട്ടിനെ കുറിച്ചാണ്. ഒരുപാട് പേരുടെ പേഴ്സണൽ ഫേവറേറ്റ്സിൽ ഒന്നാണ് നാലുകെട്ട്. അപ്പുണ്ണി എന്ന കുട്ടിയുടെ ജീവിതമാണ് ഈ ഒരു പുസ്തകം പറയുന്നത്. ഗ്രാമവും പഴമയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ പുസ്തകം ഇഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അന്നത്തെ കാലത്ത് നാലുകെട്ടുകൾക്കുള്ളിൽ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറച്ച് ജീവിതങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറേ ജീവിതങ്ങളാണ് ഈ ഒരു കഥയിലും പറയുന്നത്. ഈ പുസ്തകത്തിൻ്റെ കവർ പേജിൽ കേരളത്തിൻ്റെ എഴുതപ്പെടാത്ത ചരിത്രം എന്ന് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. അതെ, വായിച്ചു കഴിഞ്ഞപ്പോൾ പലർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. MT ഇത് എഴുതിയില്ലായിരുന്നെങ്കിൽ അന്നത്തെ നാലുകെട്ടുകൾക്കുള്ളിലെ സങ്കീർണമായ ജീവിതങ്ങൾ നാം ഓരോരുത്തരും അറിയാതെ പോയേനെ. ഈ ഒരു പുസ്തകത്തെ ഒരു തറവാടിൻ്റെ കഥയെന്ന് പറയുന്നതിലും നല്ലത് ഒരു സംസ്കാരത്തിൻ്റെ കഥ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൻ്റെ കഥ എന്നൊക്കെയും നമുക്ക് പറയാട്ടോ. അണുകുടുംബ വ്യവസ്ഥയൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടം, ആ ഒരു കാലഘട്ടമാണ് ഈ ഒരു പുസ്തകം പറയുന്നത്. വലിയമ്മാമ നിശ്ചയിച്ച കല്യാണത്തിനെ എതിർത്ത് മറ്റൊരാളെ കല്യാണം കഴിക്കുകയാണ് അപ്പുണ്ണിയുടെ അമ്മ. സ്വാഭാവികമായും അവർ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പിന്നീട് വീട്ടുജോലികളൊക്കെ ചെയ്താണ് അവർ അപ്പുണ്ണിയെ വളർത്തുന്നത്. അമ്മയുടെ വീട്ടിൽ അപ്പുണ്ണി എത്തുമ്പോൾ അവിടെയുള്ള ആരും അവനെ പരിഗണിക്കുന്നില്ല. ആ നാലുകെട്ടിൽ അവൻ ആർക്കും വേണ്ടാത്തൊരു കുട്ടിയെ പോലെയാണ് വളരുന്നത്. വളർന്ന് വലുതായി അപ്പുണ്ണി നാലുകെട്ട് പൈസ കൊടുത്ത് വാങ്ങുന്നുണ്ട് വല്യമ്മാമയിൽ നിന്ന്. കഥയുടെ അവസാനമുള്ള അപ്പുണ്ണിയുടെ ഈ ജയം നമ്മളെയും കൂടി സന്തോഷിപ്പിക്കുന്നുണ്ട്. അത്രത്തോളം അപ്പുണ്ണി ആ വീട്ടിലുള്ളവർ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങളും കഥകളും ഒക്കെ നമുക്ക് കേൾക്കാം SK ജംഗ്ഷനിലൂടെ. എസ്പെഷ്യലി വായിക്കാൻ ആഗ്രഹമുള്ളവർ വായിച്ചു തുടങ്ങുന്ന പുസ്തകങ്ങളും പരിചയപ്പെടാം ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആൻഡ് ഗൗരി ഗംഗ. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആൻഡ് ഗൗരി ഗംഗ. നമ്മൾ ഇന്നത്തെ SK ജംഗ്ഷനിൽ വായനയിലേക്ക് വരാനായി താല്പര്യമുള്ളവർ വായിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ വായിച്ചു തുടങ്ങേണ്ട പുസ്തകങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടുകയാണ്. അതിൽ ഓരോ പുസ്തകങ്ങളും വായിച്ച് വരുമ്പോൾ ഇനി അടുത്തത് ഏത് പുസ്തകമാണ് ഗൗരി ഗംഗ? MTയുടെ നിന്റെ ഓർമ്മയ്ക്ക്. 6 ചെറിയ കഥകളുടെ ഒരു കളക്ഷനാണ് നിന്റെ ഓർമ്മയ്ക്ക്. ഈ ഒരു പുസ്തകത്തിൽ കുറെ കുഞ്ഞു കുഞ്ഞു കഥകളായതുകൊണ്ട് മടുപ്പില്ലാതെ വായിച്ചു തീർക്കാൻ പറ്റും. ഒരു പിറന്നാളിൻ്റെ ഓർമ്മ, വളർത്തുമൃഗങ്ങള്, നിന്റെ ഓർമ്മയ്ക്ക്, മരണത്തിൻ്റെ കൈത്തെറ്റ്, കോട്ടയുടെ നിഴല്, ഓപ്പോള് തുടങ്ങിയവയാണ് ഈ 6 കഥകളെ. 6 കഥകളിലും എന്നെ ഏറെ വേദനിപ്പിച്ച കഥ നിന്റെ ഓർമ്മയ്ക്കെന്ന കഥയാണ്. MT കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനിത് കുറിക്കട്ടെ. കോട്ടയുടെ മതിലിലും നമ്മളെ ഒത്തിരി വിഷമിപ്പിക്കും. സുബേദയും അവളുടെ സിത്താറും ഒക്കെ വായിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ എങ്ങനെ കിടക്കും. ആ ഒരു പുസ്തകത്തിലെ എല്ലാ കഥകളും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ കണ്ണ് നിറയും അതിൽ ഓരോ കഥയും വായിക്കുമ്പോൾ. വായനയുടെ തുടക്കക്കാര് വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളാണ് നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ പരിചയപ്പെടുന്നത്. പാട്ടുകൾക്ക് ശേഷം ഇനിയും കേൾക്കാം. കൂടെയുള്ളത് ജോ ആൻഡ് ഗൗരി ഗംഗ. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആൻഡ് ഗൗരി ഗംഗ. നമ്മൾ ഇന്ന് വായനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിക്കാനായിട്ട് ആഗ്രഹമുള്ള ആളുകൾ അല്ലെങ്കിൽ തുടക്കക്കാര് വായിച്ചിരിക്കേണ്ട, വായനയിലേക്ക് എത്തിപ്പെടാനായിട്ട് സഹായിക്കുന്ന ചില പുസ്തകങ്ങൾ നമ്മളിന്ന് കേട്ടറിയാനായിട്ട് പോവുകയാണ്. കണ്ണ് നിറയുന്ന, മനസ്സിടറുന്ന മറ്റൊരു കഥയാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. തുടക്കക്കാർക്ക് പറ്റുന്ന മറ്റൊരു കഥയാണ്. ആടുജീവിതം സിനിമ കാണാതെയാണ് ബുക്ക് വായിക്കുന്നത് എങ്കിൽ ഒന്നുകൂടെ ഒരു രസമാകും. കഥയിൽ നജീബ് വേറെ രാജ്യത്ത് പെട്ടുപോവുക അല്ലെങ്കിൽ ചതിക്കപ്പെടുകയാണ് ഉണ്ടാവുന്നത്. വായിച്ചു
വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നജീബ് എന്താണ് അനുഭവിക്കുന്നത്, എന്താണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്, അതേ തീവ്രതയോടെ നമ്മളും അത് അനുഭവിക്കും. ആകാംക്ഷ കാരണം നമുക്കൊരു മടുപ്പുമില്ലാതെ ആ ഒരു പുസ്തകം പെട്ടെന്ന് തന്നെ വായിച്ചു തീർക്കാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണക്കാരുടെ ഭാഷ ഉപയോഗിച്ചാണ് ഇത്രയും വലിയൊരു വിഷയത്തെയും എഴുത്തുകാരൻ പറഞ്ഞു തരുന്നത്. അല്ലെങ്കിലും ഇതുപോലെയുള്ള പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു തുടങ്ങുന്നതാണ് വായനയിലേക്ക് അടുക്കണം എന്ന് താല്പര്യമുള്ളവർ വായിച്ചിരിക്കേണ്ടത്. ആകാംക്ഷയും ട്വിസ്റ്റുകളും ടേൺസും ഒക്കെ ഇമാജിൻ ചെയ്തൊക്കെ വായിക്കുമ്പോൾ വായന കൂടുതൽ എളുപ്പമാകും. ഇതുപോലെ വായന ഏറ്റവും കൂടുതൽ എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളത്. അതൊക്കെ കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. ആ പുസ്തകങ്ങളെയൊക്കെ നമുക്ക് പരിചയപ്പെടാം പാട്ടുകൾക്ക് ശേഷം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ബാക്ക് ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആൻഡ് ഗൗരി ഗംഗ. വായനയുടെ ലോകത്തിലൂടെ നമ്മൾ ഇന്നത്തെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വായിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ വായിച്ചു തുടങ്ങേണ്ട ചില കഥകൾ, ചെറുകഥകളൊക്കെ നമ്മളിത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇനിയിപ്പോൾ ഒരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ളൊരു കഥയാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. ലില്ലി ബെർണാഡ്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ മൂവിയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ എന്താണേലും ഈ ഒരു ബുക്ക് ഇഷ്ടപ്പെടും, ഉറപ്പ് തന്നെയാണ്. ഈയിടെയായിട്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ ശ്രീ പാർവതിയുടെ ബുക്കുകളെ പറ്റി ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട്, ചർച്ചകൾ നടക്കുന്നുണ്ട്. ലില്ലി ബെർണാഡ് എന്ന ചലച്ചിത്ര നടിയുടെ കൊലപാതകം അന്വേഷിക്കുന്ന ഡെറിക് ജോൺ. ഇതാണ് കഥയുടെ പ്ലോട്ട്. ഇനി അടുത്തത് ലാജോ ജോസിന്റെ റൂത്തിന്റെ ലോകം. ലാജോ ജോസിന്റെ റൂത്തിന്റെ ലോകവും തുടക്കക്കാർക്ക് പറ്റിയ പുസ്തകമാണ്. ചിലപ്പോൾ എല്ലാവർക്കും അറിയുമായിരിക്കും ഇറങ്ങിയ ബൊഗെയിൻവില്ല സിനിമ. ഈ ഒരു പുസ്തകം ആസ്പദമാക്കിയാണ് ആ ഒരു സിനിമ ഇറങ്ങിയത്. ഒരുപാട് ട്വിസ്റ്റുകളും വഴിത്തിരിവുകളും ഉള്ളതുകൊണ്ട് വായനയിൽ അധികം താല്പര്യമില്ലാത്തവർക്ക് കൂടി രസകരമായി തന്നെ ഈ ഒരു പുസ്തകം വായിച്ചു തീർക്കാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു സംസാര ഭാഷയിലുള്ള ലാജോ ജോസിന്റെ എഴുത്ത് തുടക്കക്കാർക്ക് വായന ഒന്നുകൂടി എളുപ്പമാക്കി തരുമെന്ന്. ഇനി നമുക്ക് അടുത്ത കഥയിലേക്ക് പോവാം. മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം. തുടക്കക്കാർക്ക് എന്തായാലും ഇഷ്ടമാകുന്ന ഒന്ന്, ഒരുപാട് കേട്ടിട്ടുള്ള മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം. ചരിത്രം രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും മാത്രം കഥയല്ല, സ്നേഹിച്ചവരുടെയും കഥയാണ്. സാധാരണ മനുഷ്യരുടെ കഥ. ഈ വരികളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ആ പുസ്തകത്തിൽ ഇതുപോലുള്ള ഒരുപാട് വരികളുണ്ട്. രസകരമായി തന്നെ നമുക്ക് വായിച്ചു തീർക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ്. നാലപ്പാട്ട് തറവാടും അമ്മമ്മയുടെ ഓർമ്മകളും ഒക്കെ നമ്മളെയും ഏതോ ഒരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മാധവിക്കുട്ടിയുടെ നീർമാതളം പൂത്തകാലം വായിച്ചു തുടങ്ങുന്നവർക്ക് എന്തായാലും ഇഷ്ടമാകും. പൊതുവെ തുടക്കക്കാർക്ക് അധികം സങ്കീർണമായ പുസ്തകങ്ങൾ വായിക്കുന്നത് പ്രയാസമാണ്. എന്നാൽ ഈ ഒരു പുസ്തകം ഒരു ഓർമ്മക്കുറിപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ഡയറി പോലെ എന്നും നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും എന്നുള്ളത് പലരും വായിച്ച് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് ഈ ഒരു പുസ്തകം സജസ്റ്റ് ചെയ്തുകൊണ്ട് ഇനി പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം ഇനിയും ഒരുപാട് കാര്യങ്ങൾ വായനയുമായി ബന്ധപ്പെട്ട്, പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. കേൾക്കാം, അറിയാം SK ജംഗ്ഷനിലൂടെ 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. കൂടെ ഉള്ളത് ജോ ആൻഡ് ഗൗരി ഗംഗ. അങ്ങനെ നമ്മൾ ഇന്ന് വായനയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടേയിരുന്നത് അല്ലേ. ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ വായനയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവർ എങ്ങനെ വായന എളുപ്പമാക്കാം, അതിനുവേണ്ടി സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഓരോ പുസ്തകങ്ങളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടുത്തുമായിരുന്നു. തുടക്കക്കാർക്ക് വായിക്കാനായിട്ട് പറ്റുന്ന കുറച്ച് പുസ്തകങ്ങളെയും ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടതാ ഇന്നത്തെ SK ജംഗ്ഷൻ ഒരു പുസ്തക വായന അല്ലെങ്കിൽ ഒരു പുസ്തക പരിചയപ്പെടുത്തലായിട്ട് ഇങ്ങനെ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പം നമ്മളിപ്പോൾ കേട്ട ആ ഓരോ പുസ്തകങ്ങളും നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് റീവൈൻഡ് ചെയ്താലോ. നുജൂദിന്റെ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ആ പുസ്തകം നമ്മളെ വേദനിപ്പിക്കുമെങ്കിലും വായിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഇൻസ്പിറേഷൻ തരുന്ന ഒരു പുസ്തകമാണത്. എന്നാൽ MT നാലുകെട്ടിലൂടെയും നിന്റെ ഓർമ്മയിലൂടെയും ഇടയ്ക്കൊക്കെ നമ്മളെ വിഷമിപ്പിച്ചും ചിന്തിപ്പിച്ചും ആ പഴയ കാലത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. MT ലളിതമായി എഴുതിയ ഈ പുസ്തകങ്ങളൊക്കെ തുടക്കത്തിൽ വായിച്ച് പിന്നെ നമുക്ക് MTയുടെ രണ്ടാം ഊഴവും അസുരവിത്തുമൊക്കെ വായിച്ചു നോക്കാം. ബഷീറിന്റെ 3 പുസ്തകങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ പ്രധാന കാരണം ഇത്രയും സിമ്പിളായ വേറെ പുസ്തകങ്ങൾ മലയാളത്തിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയം തന്നെയാണ്. ഈ ഒരു സംശയം പലർക്കും തോന്നിയിട്ടുണ്ടാവാം. അദ്ദേഹം ലളിതമായ ഭാഷയിലാണ് എഴുതുന്നതെങ്കിലും പ്രേമലേഖനത്തിലൂടെയൊക്കെ അദ്ദേഹം പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. ആ ഒരു സമയത്ത് തിരുവിതാംകൂറിൽ ഈ ഒരു പുസ്തകം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. റൂത്തിന്റെ ലോകവും ലില്ലി ബെർണാഡും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ആഘോഷിക്കപ്പെട്ടത് ചിലപ്പോൾ ലാജോ ജോസും ശ്രീ പാർവതിയും ഒക്കെ അത്രയും സാധാരണ രീതിയിൽ എഴുതിയത് കൊണ്ടുമാവാം.
ഇപ്പോഴൊക്കെ ഒരുപാട് പേര് ഓരോ പുസ്തകങ്ങളും അറിയുന്നത് അല്ലെങ്കിൽ പുസ്തകങ്ങളിലേക്ക് വരുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് പറയാം, ഈ പറഞ്ഞ പുസ്തകങ്ങളിലൂടെയൊക്കെ വായിച്ചു തുടങ്ങുവാണെങ്കിൽ വായനയെ ഉറപ്പായിട്ടും നമ്മളെ ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മളങ്ങനെ വായനയുടെ ലോകത്തിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു SK ജംഗ്ഷൻ ആയിരുന്നു ഇന്നത്തെ. അപ്പം ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാം, ആ വേൾഡിലേക്ക് നമുക്ക് കിടക്കാം, വായനയുടെ ലോകത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് സഞ്ചരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ബൈ ബൈ പറയുകയാണ്. സോ ദിസ് ഈസ് RJ Jo and ഗൗരി ഗംഗ signing off from SK Junction, and you are listening to Sargakshetra 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.